ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണ് എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരിശുശ്രൂഷകാലത്ത് ചെയ്ത ചില അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് മുഖാന്തരമാകും എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അനേകം വിശ്വാസ പോരാട്ടം അനുഭവിക്കുന്ന, ജീവിതത്തിൽ മാനസികമായി ശാരീരികമായി വലിയ പോരാട്ടം അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു ചെയ്ത ചില അത്ഭുതങ്ങൾ ധ്യാനിക്കുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമായി, വലിയൊരു വിടുതലായി തീരുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ചെയ്ത വലിയൊരു അത്ഭുതം ഇന്ന് നമ്മൾ ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ കർത്താവായ യേശുക്രിസ്തു ചെയ്ത വലിയൊരു അത്ഭുതങ്ങൾ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ചെയ്ത വലിയൊരു അത്ഭുതമാണ് ഇളകിമറിയുന്ന കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന അത്ഭുത പ്രവൃത്തി. നമ്മളത് പല പ്രാവശ്യം ചിന്തിക്കുകയും ധ്യാനിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരു വേദഭാഗമാണ്. എങ്കിൽ അതിലൂടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നാം ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ അത് നമുക്ക് വലിയൊരു അനുഗ്രഹമായി തീരുന്നതായിട്ട് അനുഭവിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാനസികമായി, ശാരീരികമായി, ആത്മീയമായി, ഭൗതികമായി ഇളകിമറിയുന്ന പ്രതികൂലങ്ങളെ കണ്ടുകൊണ്ട് നാം ജീവിതത്തിൽ നിരാശയും ദുഃഖവും അനുഭവിക്കുമ്പോൾ ഈ ദൈവവചനങ്ങൾ അത് വലിയൊരു പ്രത്യാശയും വിടുതലുമായി അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. അനേകം വ്യക്തികൾ ഇന്ന് പ്രതികൂലങ്ങളിലേക്ക് നോക്കി നെടുവീർപ്പിടുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം, കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി പലപ്പോഴും നമുക്കൊരു വലിയൊരു പ്രത്യാശ നൽകുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇവിടെ കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ചെയ്ത അനേകം അത്ഭുതങ്ങളിൽ വലിയൊരു അത്ഭുതമാണ് ഈ അത്ഭുതം, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന അത്ഭുത പ്രവൃത്തി. ഈ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യത്തിൽ ഈ ഭാഗം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. രാവിലെ മുതൽ കർത്താവായ യേശുക്രിസ്തു അനേകം വ്യക്തികളോട് സുവിശേഷം പ്രഘോഷിച്ച് അനേകം രോഗികളെ സൗഖ്യപ്പെടുത്തി, അനേകം ഭൂതങ്ങളെ പുറത്താക്കി വലിയൊരു ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ, വൈകുന്നേരമായപ്പോൾ, സന്ധ്യമായപ്പോൾ യേശു ശിഷ്യന്മാരോട് നമുക്ക് അക്കരയ്ക്ക് പോകാം. എന്തിനാണ് അക്കരയ്ക്ക് പോകാമെന്ന് പറയുന്നത് അടുത്ത അധ്യായത്തിൽ വെളിപ്പെടുന്നുണ്ട്. അക്കരെ ഗദർദേശത്ത് ഒരു ഭൂതഗ്രസ്തന് സൗഖ്യം നൽകാൻ വേണ്ടി, അവൻ്റെ ആത്മാവിന് വിടുതൽ നൽകുവാൻ വേണ്ടി, മോചനം നൽകുവാൻ വേണ്ടി യേശു ശിഷ്യന്മാരോട് പറയാൻ നമുക്ക് അക്കരയ്ക്ക് പോകാം. ഇത് കേട്ട ഉടനെ തന്നെ വചനം പറയുന്നു, അവർ പുരുഷാരത്തെ വിട്ടു താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകളും അവനോട് കൂടെ ഉണ്ടായിരുന്നു. യേശുക്രിസ്തു നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ പ്രചോദിപ്പിച്ചപ്പോൾ ശിഷ്യന്മാരെല്ലാം പെട്ടെന്ന് അതനുസരിച്ചു. അവർ പടകിൽ കയറി. യേശു പടകിൽ കയറിയ ഉടനെ യേശുവിനെയും കൊണ്ട് ഇവർ അക്കരയ്ക്ക് യാത്ര ചെയ്യുകയാണ്. വചനം പറയുന്നു, അനേക ചെറുപടകുകളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ പടകിലുള്ള യാത്രയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അടുത്ത വചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ വലിയൊരു ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തീര തള്ളിക്കയറികൊണ്ട് അത് മുങ്ങുമാറായി. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്യുമ്പോൾ വലിയൊരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിരമാലകൾ തള്ളിക്കയറാൻ തുടങ്ങി, ഈ പടക് മുങ്ങാൻ തുടങ്ങി. ആ സമയത്ത് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ അനേക വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. യേശുവിനോട് കൂടെ യാത്ര ചെയ്യുന്ന അനേകം വ്യക്തികളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഇവിടെ ഈ വചനത്തിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇന്ന് അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ
കർത്താവായ യേശു ക്രിസ്തു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുന്ന ഒരനുഭവമാണ് എങ്കിൽ അവിടെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഏറി വരുമെന്ന് ഈ വചനത്തിലൂടെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. യേശുവും ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്യുമ്പോൾ യേശു അമരത്ത് കിടന്ന് ഉറങ്ങുകയായിരുന്നു. ആ സമയത്താണ്, യേശു ഉറങ്ങുന്ന സമയത്താണ് വലിയ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. അവിടെ കാറ്റും കോളും പ്രതികൂലമായി, തിര അടിച്ച് വള്ളത്തിൽ കയറുമാറായി, ആ വള്ളം മുങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് ആ പ്രതികൂലം ഏറി വരികയാണ്. ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ, അത് രോഗമോ കഷ്ടതയോ ദാരിദ്ര്യമോ കണ്ണുനീരോ എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ജയിക്കാൻ കഴിയാത്ത പ്രതികൂലങ്ങളെ നേരിടുന്ന ഒരനുഭവം ഉണ്ടെങ്കിൽ തിരിച്ചറിയുക, നമ്മുടെ കൂടെ യേശു ഉണ്ടെങ്കിൽ പോലും, യേശുവിനോട് കൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതികൂലമുണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം യേശു നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉറങ്ങുകയാണ്. യേശു ഉറങ്ങുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? എന്താണ് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ? അനേകം വ്യക്തികൾ കൂടി യാത്ര ചെയ്യുമ്പോൾ ഒരാൾ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ഉറങ്ങുന്ന വ്യക്തിയുമായിട്ട് യാതൊരുവിധ ബന്ധവും നമുക്കുണ്ടായിരിക്കില്ല, ഒരാശയവിനിമയം നമുക്കൊരിക്കലും ഉണ്ടാകുകയില്ല. അതായത് യേശു കൂടെ ഉണ്ടെങ്കിലും യേശുവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം ഇല്ലാത്തത് കൊണ്ട് അവിടെ പ്രതികൂലങ്ങൾ വർദ്ധിക്കുകയാണ്, പ്രതിസന്ധി വർദ്ധിക്കുകയാണ്. ഈ വചനം കേൾക്കുന്ന നമ്മുടെ വ്യക്തിപരമായ ജീവിതം നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാണ്, യേശുവിനെ വ്യക്തിപരമായിട്ട് അറിഞ്ഞവരാണ്, യേശുവിനോട് കൂടെ യാത്ര ചെയ്യുന്നവരാണ്, യേശു എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് അഭിമാനത്തോടെ പറയുന്നവരാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ക്രിസ്തു എൻ്റെ അകത്തുണ്ട് എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്നുണ്ടെങ്കിലും യേശുവുമായിട്ടൊരു വ്യക്തിപരമായൊരു ബന്ധം ഉണ്ടോ എന്ന് ഈ നിമിഷം നമ്മൾ പരിശോധിക്കുന്നത് നല്ലതാണ്. പ്രതികൂലങ്ങൾ ഏറി വരുമ്പോൾ, പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ, ഒരു വള്ളം മുങ്ങുന്ന അവസ്ഥയിൽ, ജീവിതത്തിലെല്ലാം തീർന്നു, ഇനി ഒന്നുമില്ല എന്നാകുന്ന അനുഭവത്തിലൂടെ യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ നാം നമ്മുടെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധം എങ്ങനെയാണ് എന്നൊന്ന് പരിശോധിക്കണം. അതായത് കർത്താവായ യേശു ക്രിസ്തു കൂടെ ഉണ്ടെങ്കിലും യേശുവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ, വ്യക്തിപരമായി യേശുവുമായിട്ടൊരു ബന്ധവുമില്ലാതെയാണ് നമ്മൾ യേശുവിനോട് യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കൂടി വരും, പ്രതികൂലങ്ങൾ കൂടി വരും. അതുകൊണ്ട് ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കണം. യേശുവിൻ്റെ കൂടെയുണ്ട്, ഞാൻ യേശുവിനോട് കൂടിയാണ് ജീവിക്കുന്നത്, യേശുവിൻ്റെ കർത്താവാണ്, ദൈവമാണ്, ഇതൊക്കെ എനിക്കറിയാം, ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ യേശുവിനോടുള്ള വ്യക്തിപരമായ ബന്ധം എങ്ങനെയാണ്? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം എങ്ങനെയാണ്? യേശുവിനോടുള്ള അപേക്ഷയിലൂടെ, പ്രാർത്ഥനയിലൂടെ, യേശുവിനോടുള്ള വിശുദ്ധ കൂദാശകളിലൂടെ എന്തുമാത്രം യേശുവുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുന്നത്, തിരിച്ചറിയുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമാണ്. ഇവിടെ ഇത്രമാത്രം പ്രതിസന്ധികൾ ഉണ്ടായിട്ടും പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടും ഈ ശിഷ്യന്മാര് അവർ മുങ്ങി ചാകാറാകുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുലുക്കി വിളിക്കുന്നത്. ഇന്ന് പലപ്പോഴും പല വ്യക്തികളുടെയും ജീവിതം ഇതുപോലെയാണ്. ജീവിതത്തിൽ പരാജയം സംഭവിച്ച് ജീവിതം തീർന്ന് അവസാനം ഇനി യാതൊരു വഴിയുമില്ല, ഇനി യാതൊരു രക്ഷപ്പെടാനൊരു വഴിയുമില്ലെന്ന് തിരിച്ചറിയുമ്പോൾ, എല്ലാ വാതിലും അടഞ്ഞു, എല്ലാ പിടിവള്ളിയും വിട്ടുകഴിഞ്ഞു, ഇനി ആർക്കും രക്ഷിക്കാൻ സാധ്യമല്ല, ഡോക്ടർമാർ ഉപേക്ഷിച്ചു, വൈദ്യശാസ്ത്രം കൈവിട്ടു, ഇനി ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിയുന്ന സമയത്താണ് പലരും യേശുവിനെ കുലുക്കി വിളിക്കുന്നത്. ഇവിടെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ്. അതിൻ്റെ അടുത്ത വചനത്തിൽ പറയുന്നു, അവൻ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. എപ്പോഴാണ് ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തിയത്? ഈ വള്ളം മുങ്ങാറായപ്പോൾ, കാറ്റും കടലും പ്രതികൂലമായപ്പോൾ, പ്രതിസന്ധി ഏറി വന്നപ്പോൾ, അവസാനം ഈ പടക് മുങ്ങി ഇവർ ചാകുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ, തൻ്റെ ജീവിതം തീരാൻ പോവുകയാണെന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഇവർ കർത്താവായ യേശു ക്രിസ്തുവിനെ കുലുക്കി വിളിച്ചു. നമ്മുടെ ജീവിതത്തിലും ഇന്ന് ഇതുപോലെ തന്നെയല്ലേ? ജീവിതത്തിൽ എല്ലാ വാതിലും അടഞ്ഞു കഴിയുമ്പോൾ, എല്ലാ പിടിവള്ളിയും വിട്ട് കഴിയുമ്പോൾ, ഇനി ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല, ഡോക്ടർമാർ ഉപേക്ഷിച്ചു, വൈദ്യശാസ്ത്രം കൈവിട്ടു, ഇനി എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു എന്ന് ലോകം വിധി എഴുതുമ്പോഴാണ് പലരും ദൈവത്തെ അന്വേഷിക്കുന്നത്, യേശുവിനെ കുലുക്കി വിളിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതം പ്രതിസന്ധി നിറഞ്ഞതാണോ? പ്രശ്നങ്ങൾ നിറഞ്ഞതാണോ? ഇവിടെ യേശുവിനെ ശിഷ്യന്മാർ കുലുക്കി വിളിച്ചു. ഇതുപോലെ യേശുവിനെ കുലുക്കി വിളിക്കുന്ന, യേശുവിനെ ഉണർത്തുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ?
പ്രാർത്ഥനയിലൂടെ, പരിശുദ്ധമായ കൂദാശ അനുഭവങ്ങളിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ഉണർത്തുന്ന, അതായത് യേശുവുമായിട്ടുള്ളൊരു വ്യക്തിപരമായ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നറിയാമോ? ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഏറി വരുമ്പോൾ പ്രതികൂലങ്ങളിലേക്ക് നോക്കി നെടുവീർപ്പിടുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ പ്രതികൂലങ്ങളിലേക്ക് നോക്കാതെ, പ്രതിസന്ധിയിലേക്ക് നോക്കാതെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നമുക്ക് നോക്കാൻ സാധിക്കുമെങ്കിൽ, ആ യേശുവിനെ തട്ടി ഉണർത്തുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, പ്രാർത്ഥനയിലൂടെ, കൂദാശ അനുഭവത്തിലൂടെ, കുമ്പസാരത്തിലൂടെ യേശുവിനെ തട്ടി ഉണർത്തുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവിടെ ജയം നമുക്ക് ഉറപ്പാണ്. നമുക്കറിയാം, കർത്താവ് 2 ശിഷ്യന്മാർ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവരുടെ കൈകളും കാലുകളും ആമത്തിലാണ്. അവർ കിടക്കുന്ന കാരാഗ്രഹം ഇരുമ്പോടാമ്പൽ കൊണ്ട് പൂട്ടിയിരിക്കുകയാണ്. എന്നാൽ അവർ ആ ഇരുമ്പോടാമുകളിലേക്ക് നോക്കാതെ അവരുടെ കൈകളിലും കാലുകളിലും കെട്ടിയിരിക്കുന്ന ആ കെട്ടുകളിലേക്ക്, ആമങ്ങളിലേക്ക് നോക്കാതെ അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കി അവർ ആരാധിച്ചപ്പോൾ, ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ കെട്ടുകളഴിഞ്ഞു, അവരുടെ ബന്ധനമഴിഞ്ഞു. അവരുടെ മാത്രമല്ല, ആ കാരാഗ്രഹത്തിനോടാണ് എല്ലാ കാരാഗ്രഹത്തിൻ്റെയും വാതിലുകൾ തുറക്കപ്പെട്ടു. ഇവിടെ നമ്മുടെ ഇത്രയും നാളത്തെ ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്, പ്രതിസന്ധി നിറഞ്ഞതാണെങ്കിൽ ഇപ്പോഴും നമ്മൾ പ്രതിസന്ധിയിലേക്ക്, പ്രശ്നങ്ങളിലേക്ക്, രോഗങ്ങളിലേക്ക്, ദുഃഖങ്ങളിലേക്ക്, കഷ്ടതകളിലേക്ക്, കടബാധിതയിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ പ്രതികൂലങ്ങൾ നമുക്ക് ജയം പ്രാപിക്കാൻ സാധിക്കുകയില്ല. ഇന്ന് പലപ്പോഴും പലരുടെയും ജീവിതം ഇതുപോലെയാണ്. ജീവിതത്തിലുണ്ടാകുന്ന അനർത്ഥങ്ങളിലേക്ക്, രോഗങ്ങളിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് കണ്ണുനട്ട് നെടുവീർപ്പിട്ട് ഒരുപക്ഷെ ദൈവത്തെ കുറ്റപ്പെടുത്തി, ദൈവമേ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നോർത്ത് ദൈവത്തെ ദുഷിച്ച്, ദൈവത്തെ പഴിച്ച്, സ്വയം പഴിച്ച് ജീവിക്കുന്നവരാണ് അനേകം വ്യക്തികൾ. എന്നാൽ തിരിച്ചറിയുക, നിന്റെ പ്രതികൂലങ്ങളിൽ യേശുവിനെ തട്ടി ഉണർത്തുന്നുവെങ്കിൽ, നിന്റെ രോഗത്തിൻ്റെ മധ്യത്തിൽ നിനക്ക് സൗഖ്യം നൽകാൻ കഴിയുന്ന യേശുവിനെ തട്ടി ഉണർത്താൻ സാധിക്കുന്നുവെങ്കിൽ, നിന്റെ കടബാധിന്റെ മധ്യത്തിൽ നിനക്ക് അഭിവൃദ്ധിയും ഉയർച്ച നൽകാൻ കഴിയുന്ന യേശുവിനെ തട്ടി ഉണർത്താൻ കഴിയുന്നുവെങ്കിൽ, നിനക്കാരും സഹായിക്കാനില്ല എന്നുള്ള ആ മനോഭാവത്തിലിരിക്കുന്ന ആ നിമിഷങ്ങൾ എനിക്കൊരു സഹായകൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വലിയ ബോധ്യത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിനെ തട്ടി ഉണർത്താൻ സാധിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമാണ്. ഇവിടെ ശിഷ്യന്മാർ അവർ മുക്കുവന്മാരാ. ഒരു കാറ്റ് പ്രതികൂലമായാൽ, കടൽ പ്രതികൂലമായാൽ അതിനെ എങ്ങനെ ജയിക്കണമെന്ന് അവർക്ക് വ്യക്തിപരമായിട്ട് അറിയാം. കാരണം അവർ ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം ഈ കടലിലാണ്. അതുകൊണ്ട് അവർ ആഞ്ഞു തുഴയാൻ തുടങ്ങി. മുക്കുവന്മാരായ ശിഷ്യന്മാർ ആഞ്ഞു തുഴയാൻ തുടങ്ങി. തൻ്റെ കഴിവിൽ ആശ്രയിച്ചിട്ട് അവസാനം രക്ഷപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ യേശുവിനെ അവർ കുലുക്കി വിളിച്ചു. ഇന്ന് പലപ്പോഴും പലരും യേശുവിനെ കുലുക്കി വിളിക്കുന്ന എപ്പോഴെന്നറിയാമോ? അവരുടെ ജീവിതത്തിലെല്ലാം കഴിവുകളും നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ, അവരുടെ തൻ്റെ സ്വന്തം കഴിവിൽ രക്ഷപ്പെടാൻ കഴിയാതെ വരുമ്പോൾ അവസാനം ദൈവത്തെ കുലുക്കി വിളിക്കുന്നവരാണ് അനേകം വ്യക്തികൾ. നാം പരിശോധിക്കുക, നമ്മുടെ സ്വന്തം കഴിവിൽ ആശ്രയിച്ചിട്ടാണോ ഇന്ന് നാം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്? അതോ ലോകത്തിൽ ആശ്രയിച്ചിട്ടാണോ, വൈദ്യശാസ്ത്രത്തിൽ ആശ്രയിച്ചിട്ടാണോ രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കുന്നത്? ഒരുപക്ഷെ ഇതെല്ലാം പരാജയപ്പെടുന്നൊരു സമയമുണ്ട്. ഇവിടെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവർ ആഞ്ഞു തുഴയാൻ തുടങ്ങി. പക്ഷെ രക്ഷപ്പെടാൻ കഴിയാത്തപ്പോൾ, അവസാനം മുങ്ങിച്ചാകാറായപ്പോൾ, അവസാന നിമിഷമെങ്കിലും യേശുവിനെ കുലുക്കി വിളിച്ചു. ഇവിടെ അമർത്ത് കിടന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഉണർത്തി, യേശുവിനെ കുലുക്കി വിളിച്ചപ്പോൾ, ഉണർത്തിയപ്പോൾ അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. കടലിനോട് അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തത ഉണ്ടായി. ഇവിടെ യേശുവിനെ ഉണർത്തിയപ്പോൾ യേശു ഉണർന്നിട്ട് യേശു പറയാണ്, കടലെ അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ നിമിഷം കാറ്റും കടലും അടങ്ങി, വലിയ ശാന്തതയുണ്ടായി. അതായത് കർത്താവിൻ്റെ വചനത്തിൻ്റെ മുന്നിൽ, ദൈവവചനത്തിൻ്റെ മുന്നിൽ കാറ്റും കടലും അനുസരിക്കുന്നതായി ഇവിടെ കാണാൻ സാധിക്കുകയാണ്. നമ്മുടെ പ്രതികൂലങ്ങൾ എന്താണോ, പ്രതിസന്ധി എന്താണോ, അത് യേശുവിൻ്റെ വചനത്തിൻ്റെ മുന്നിൽ അത് അടങ്ങും എന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് വെളിപ്പെടുത്തും, എല്ലാ മുഴങ്കാലും യേശുവിൻ്റെ നാമത്തിൻ്റെ മുന്നിൽ മടങ്ങും. ഇന്ന് നമ്മൾ ഏതിനെയാണ് ഭയപ്പെടുന്നത്? ഇവിടെ ശിഷ്യന്മാർ ഭയപ്പെട്ടത് കാറ്റിനെയും ആ തിരമാലയുമാണെങ്കിൽ, ഈ കാറ്റും തിരമാലയും ഈ കടലും യേശുവിൻ്റെ വചനത്തിൻ്റെ മുന്നിൽ, യേശുവിൻ്റെ നാമത്തിൻ്റെ മുന്നിൽ അടങ്ങുന്നതായി, കീഴടങ്ങുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. നമ്മളിന്ന് ഭയപ്പെടുന്ന പ്രതികൂലങ്ങൾ എന്താണോ, അത് രോഗമായിക്കൊള്ളട്ടെ,
കഷ്ടതയായിക്കൊള്ളട്ടെ, ദാരിദ്ര്യമായിക്കൊള്ളട്ടെ, വേദനയായിക്കൊള്ളട്ടെ, നമ്മൾ പീഡിപ്പിക്കുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് ദൈവവചനത്തിന് മുന്നിൽ, യേശുവിൻ്റെ നാമത്തിന് മുന്നിൽ, യേശുവിൻ്റെ മുന്നിൽ മുട്ടുമടങ്ങും, കീഴടങ്ങുമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9, 10, 11 വചനങ്ങൾ പരിശോധിക്കുമ്പോൾ, അതുകൊണ്ട് യേശുവിനെ എല്ലാ നാമത്തിനും മേലായ നാമമായി ഉയർത്തി എല്ലാ മുഴങ്കാലും അവൻ്റെ മുന്നിൽ മടങ്ങും, എല്ലാ നാവും യേശു കർത്താവ് എന്ന് പിതാവിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുമെന്ന് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാ നാമത്തിനും മേലായ നാമമായി യേശുവിൻ്റെ നാമത്തെ ഉയർത്തി എന്നൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. യേശുവിൻ്റെ നാമത്തിൻ്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവ് എന്ന് പിതാവിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും എന്ന് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ കാറ്റും കടലും മാത്രമല്ല, നാം എന്തിനെ ഭയപ്പെടുന്നോ അതെല്ലാം ദൈവവചനത്തിൻ്റെ മുന്നിൽ കീഴടങ്ങും. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. എല്ലാ നാമത്തിനും മേലായ നാമമാണ് യേശുവിൻ്റെ നാമം. എല്ലാ ശക്തിക്കും അതീതമായ ശക്തിയാണ് യേശുവിൻ്റെ ശക്തി. യേശുവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിൻ്റെ ശക്തി. ലോകത്തിലുള്ള എല്ലാ ശക്തികളും യേശുവിൻ്റെ വചനത്തിന് മുന്നിൽ കീഴടങ്ങും. നമ്മൾ എന്തിനെയാണോ ഭയപ്പെടുന്നത് അതിൻ്റെ മുന്നിൽ സകലവും കീഴടങ്ങും എന്നൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. ഈ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്കുണ്ട്, ശ്രദ്ധിക്കുക. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ യേശു തിരിഞ്ഞ് ശിഷ്യന്മാരെ നോക്കി വിളിക്കുകയാണ്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുന്നത് എന്ത് എന്ന് അവൻ ചോദിച്ചു. ഇവിടെ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ എഴുന്നേറ്റ യേശു ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞിട്ട് വിളിക്കുകയാണ്, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാർ ചോദിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഭയപ്പെടാനുണ്ടായ കാരണം അവിടെ അല്പവിശ്വാസമാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ പ്രതികൂലങ്ങളെ നോക്കി ഭയപ്പെടാൻ ഒരു കാരണം നമ്മുടെ അല്പവിശ്വാസമാണ്. പലപ്പോഴും പ്രതിസന്ധിയിലേക്ക് നോക്കി, പ്രശ്നങ്ങളിലേക്ക് നോക്കി നെടുവീർപ്പിടാനുള്ള കാരണം അല്പവിശ്വാസമാണ്. എന്താണ് അല്പവിശ്വാസം? അല്പവിശ്വാസം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വിശ്വാസക്കുറവ്. എന്താണ് അല്പവിശ്വാസം എന്ന് ചോദിച്ചാൽ, ശിഷ്യന്മാരെ പരിശോധിച്ചറിയാൻ സാധിക്കും അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് യേശു ശിഷ്യന്മാരെ അല്പവിശ്വാസികളെ എന്ന് വിളിക്കാൻ കാരണം. ഈ ശിഷ്യന്മാർ അവർ സ്വന്തം കഴിവിൽ അധ്വാനിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ യേശുവിൽ ആശ്രയിച്ചതുകൊണ്ട് യേശു അവർ വിളിക്കുകയാണ് അല്പവിശ്വാസികളെ. അങ്ങനെയാണെങ്കിൽ ആരാണ് അല്പവിശ്വാസി എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തം കഴിവിൽ അധ്വാനിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയാതെ വരുമ്പോൾ യേശുവിനെ കുലുക്കി വിളിക്കുന്ന, യേശുവിൽ ആശ്രയിക്കുന്നവരാണ് അല്പവിശ്വാസികൾ. ഇന്ന് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ എന്ന് പറയുന്നവർ അല്പവിശ്വാസികളാണ്. ജീവിതത്തിൽ സ്വന്തം കഴിവിൽ അധ്വാനിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയാതെ വരുമ്പോൾ യേശുവിനെ കുലുക്കി വിളിക്കുന്ന, യേശുവിൽ ആശ്രയിക്കുന്നവരാണ് അനേകം വിശ്വാസികൾ എന്ന് പറയുന്നവർ. യേശു കൂടെയുണ്ട്, യേശുവിൻ്റെ കർത്താവാണ്, യേശുവിൻ്റെ ദൈവമാണ്. ഇന്ന് ഇത് വിശ്വസിക്കുന്നവർ പോലും അവർക്കൊരു പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നങ്ങളെ സ്വന്തം കഴിവുകൊണ്ട് ജയിക്കാനായിട്ട് ശ്രമിച്ചിട്ട് അവസാനം രക്ഷപ്പെടാൻ കഴിയാതെ വരുമ്പോൾ യേശുവിനെ കുലുക്കി വിളിക്കുന്നവരാണ് അനേകം വിശ്വാസികൾ. അങ്ങനെയുള്ളവർ വിളിക്കുന്ന പേരാണ് അല്പവിശ്വാസികൾ. വീണ്ടും അല്പവിശ്വാസി ആരാണെന്ന് അറിയാനായിട്ട് മറ്റൊരു മാർഗമുണ്ട്. ചിലർ പറയും, എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു, ഇനി ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ദൈവം ചെയ്യട്ടെ. ഇങ്ങനെ പറയുന്നവരും അല്പവിശ്വാസികളാണ്. അതായത് സ്വന്തം കഴിവിൽ അധ്വാനിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയാതെ വരുമ്പോൾ യേശുവിനെ ആശ്രയിക്കുന്നവരാണ് അല്പവിശ്വാസികൾ. ഞാൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അല്പവിശ്വാസികളാണ്. എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു, ഇനി ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാണ്ട് ദൈവം ചെയ്യട്ടെ. ഇങ്ങനെ ചിന്തിക്കുന്നവരും പറയുന്നവരും അല്പവിശ്വാസികളാണ്. ഇവിടെ ശിഷ്യന്മാരെ യേശു വിളിക്കുകയാണ് അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ നോക്കി നാം ഭയപ്പെടുന്നുവെങ്കിൽ തിരിച്ചറിയുക, കർത്താവായ യേശുക്രിസ്തു നമ്മളെ നോക്കി വിളിക്കുന്ന പേരാണ് അല്പവിശ്വാസികളെ. വിശ്വാസത്തിൻ്റെ പൂർണ്ണതയില്ലാതെ, വിശ്വാസത്തിൻ്റെ തികവിൽ ജീവിക്കാൻ കഴിയാതെ, സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് പ്രശ്നങ്ങളിലേക്ക് നോക്കി നെടുവീർപ്പിടുന്ന ആരെങ്കിലും സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധികളെ നാം
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയാൽ നമുക്ക് ജയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ അല്പവിശ്വാസികളാണ്. ഇവിടെ കാറ്റിനെയും കടലിനെയും നോക്കി യേശു പറഞ്ഞു, കാറ്റേ കടലെ ശാന്തമാകുക. ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെ, പ്രശ്നങ്ങൾ നോക്കിക്കൊണ്ട് നാമും പറയാൻ കടപ്പെട്ടവരാണ്, അടങ്ങുക, ശാന്തമാകുക. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതേത് മനോഭാവത്തോടെയാണ് നാം അതിനെ നേരിടുന്നത്, അതാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് വിജയം പ്രാപിക്കാൻ സാധിക്കുന്നത്. ഇവിടെ ശിഷ്യന്മാർ യേശു പടകിലുണ്ടായിരുന്നിട്ടും യേശുവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം അവർക്കുണ്ടായിരുന്നില്ല. പ്രതികൂലങ്ങൾ വർദ്ധിച്ചപ്പോൾ, പ്രതിസന്ധി വർദ്ധിച്ചപ്പോൾ പ്രതിസന്ധിയിലേക്ക് നോക്കി സ്വന്തം കഴിവുകൊണ്ട് അവർ അധ്വാനിച്ചു. അവർക്കതിന് ജയിക്കാൻ സാധിച്ചില്ല. അവസാനം മുങ്ങിച്ചാകുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ കുലുക്കി വിളിച്ചു. യേശു ഉണർന്നിട്ട് അവരെ വിളിച്ച പേരാണ് അല്പവിശ്വാസികളെ, നീ എന്തിന് ഭയപ്പെടുന്നു? ഇന്ന് നാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നാം യേശുവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധമുണ്ടോ എന്ന് സ്വയമായി ഒന്ന് ആത്മശോധന ചെയ്യുക. ഇതുവരെയും പ്രശ്നങ്ങളെ നോക്കി, പ്രതിസന്ധിയെ നോക്കി നെടുവേർപ്പെട്ട്, ആ പ്രതിസന്ധിയെ നോക്കി ഭയപ്പെട്ട് ജീവിതം നയിച്ചുവെങ്കിൽ ഈ നിമിഷം തീരുമാനമെടുക്കുക. എനിക്കെതിരെ ഉയരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പ്രശ്നങ്ങളുടെ മേൽ എൻ്റെ ദൈവം, എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് ജയം നൽകും. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന പ്രതികൂലങ്ങളെ, പ്രതിസന്ധിയെ ജയിക്കാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ നൽകിയിട്ടുണ്ട്. ഈ ഒരു വിശ്വാസം, ഉറപ്പും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രതികൂലങ്ങളെ ജയിക്കാൻ സാധിക്കും. ഇവിടെ കാറ്റിനെയും കടലിനെയും അടങ്ങുക, ശാന്തമാകുക എന്ന് യേശു കൽപ്പിച്ചപ്പോൾ കാറ്റും കടലും അടങ്ങിയെങ്കിൽ, ശാന്തമായെങ്കിൽ നമുക്കും പറയാൻ സാധിക്കണം, യേശുവിൻ്റെ നാമത്തിൽ നമുക്കെതിരെ പോരാടുന്ന, നമുക്കെതിരെ ഉയർന്നു നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളെ, എല്ലാ പോരാട്ടങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ അടങ്ങുക, യേശുവിൻ്റെ നാമത്തിൽ ശാന്തമാകുക എന്ന് പറയാനുള്ള കൃപ ഈ നിമിഷം നമ്മൾ പ്രാപിക്കണം. യേശുവിൻ്റെ നാമത്തിൽ നമുക്കെതിരെ ഉയരുന്ന എല്ലാ പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ ജയിക്കുവാനുള്ള കൃപ പ്രാപിക്കുവാൻ നാം യേശുവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം ഉണ്ടാക്കിയെടുക്കണം. ഇന്ന് നമുക്കൊന്ന് ശോധന ചെയ്യാം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു ഉറങ്ങുകയാണോ? യേശുവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമില്ലാതെ പ്രതികൂലങ്ങളെ നോക്കി നെടുവേർപ്പിട്ട് വേദനയോടെ ജീവിക്കുന്നൊരു വ്യക്തിയാണോ എങ്കിൽ യേശുവിനെ ഉണർത്തുക, യേശുവിനെ ഉണർത്തുക. യേശുവിൻ്റെ വചനത്താൽ പ്രതിസന്ധിയെ ജയിക്കുക, പ്രതികൂലങ്ങളെ ജയിക്കുക, അടങ്ങുക, ശാന്തമാകുക എന്ന് പറയുവാനുള്ള കൃപ പ്രാപിക്കുവാൻ തീരുമാനമെടുക്കാം. പ്രാർത്ഥിക്കാം, കണ്ണുകടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, കാറ്റും കടലും പ്രതികൂലമായപ്പോൾ ശിഷ്യന്മാർ സ്വന്തം കഴിവിൽ അധ്വാനിച്ച് രക്ഷപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ യേശുവിനെ കുലുക്കി വിളിച്ചു. കർത്താവേ, അതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞങ്ങൾ പ്രതിസന്ധികളെ നോക്കി, പ്രശ്നങ്ങളെ നോക്കി നെടുവേർപ്പെട്ടുകൊണ്ട് അതിനെ ജയിക്കാൻ ശ്രമിക്കുമ്പോൾ, ഭയത്തോടെ കാണുമ്പോൾ, കർത്താവേ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിൻ്റെ സാന്നിധ്യവും നിൻ്റെ ശക്തിയും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പോടും ധൈര്യത്തോടും കൂടി യേശുവിൻ്റെ നാമത്തിൽ പ്രതിസന്ധികളെ ജയിക്കുവാൻ, പ്രതികൂലങ്ങളെ ജയിക്കുവാനുള്ള കൃപയും ശക്തിയും അഭിഷേകവും ഞങ്ങൾക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൃപ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കെതിരെ മത്സരിക്കുന്ന പോരാട്ടങ്ങൾ ജയിക്കുവാൻ, ഞങ്ങൾക്കെതിരെ ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധികൾ ജയിക്കുവാൻ, ഞങ്ങളുടെ മുന്നിൽ ഇളകി മറിയുന്ന കാറ്റിനെയും കടലിനെയും നോക്കി അടങ്ങുക എന്ന് പറയുവാനുള്ള കൃപയും ശക്തിയും ഞങ്ങൾക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വരം കേൾക്കുന്ന ആരെങ്കിലും വേദനയോടെ, ഭാരത്തോടെ, ദുഃഖത്തോടെ ഈ വചനം കേൾക്കുന്നുവെങ്കിൽ രോഗത്തിൻ്റെ മധ്യത്തിൽ, കടബാധയുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പ്രതിസന്ധിയുടെ മധ്യത്തിൽ, മറിയുന്ന സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നെടുവേർപ്പെടുന്ന, ജീവിതത്തിൽ വേദനയും ദുഃഖം അനുഭവിക്കുന്ന ആരെങ്കിലും സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആ പ്രതിസന്ധി ജയിക്കുവാനുള്ള കൃപയും ശക്തി അഭിഷേകവും നൽകണം പ്രാർത്ഥിക്കുന്നു. ആ പ്രശ്നങ്ങളെ നോക്കി അടങ്ങുക എന്ന് പറയുവാൻ യേശുവിൻ്റെ നാമത്തിൽ അതിന് ജയിക്കുവാനുള്ള കൃപയും ശക്തിയും അഭിഷേകവും നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവെടുത്ത് പുത്രനായ യേശുവിൻ്റെ തിരുമുറിവിലേക്ക്, തിരുരക്തത്തുള്ളിലേക്ക് ഞങ്ങളുടെ എല്ലാ ജീവിത പ്രതികൂലങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ മേൽ ജയം നൽകുന്ന അവിടുത്തെ വലിയ കരുണയ്ക്കായി, കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ
സ്തുതിക്കുന്നു, നന്ദി പറയുന്നു കർത്താവേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, പ്രതികൂലങ്ങൾ ഏറി വരുമ്പോൾ, പ്രതിസന്ധി ഏറി വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തെ വചനത്തിൻ്റെ ശക്തിയാൽ അതിനെ ജയിക്കുവാനുള്ള കൃപയും ശക്തി അഭിഷേകവും ഞങ്ങൾക്ക് ലഭിക്കേണ്ടതിന് പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിന് പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവവുമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.